റേഡിയോ കേട്ട് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ നിങ്ങൾ? എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഈ വീഡിയോയിൽ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ സ്പീക്കർ ബോക്സ് മോഡിഫൈ ചെയ്ത് വയർലെസ് ആയിട്ടുള്ള ഒരു റേഡിയോ MP3 പ്ലെയർ ചെയ്തെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു വീഡിയോ ഞങ്ങൾ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതുകൂടി കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പകാരിയയുടെ ബ്ലൂടൂത്ത് MP3 ഡീകോഡർ ബോർഡാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ഇതിന് മറ്റ് സിമിലർ ബോർഡുകളെ അപേക്ഷിച്ച് സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല ബ്ലൂടൂത്ത്, USB, ഓക്സ്, FM എന്നീ വിവിധ മോഡുകളും അവൈലബിൾ ആണ്. ഇനി ബോക്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന 2 സ്പീക്കറുകളും എടുത്തിട്ടുണ്ട്. ഇത് 10 വാട്ട്സ് ആകാനാണ് സാധ്യത. ഇതിൽ എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. തൽക്കാലം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതിന്റെ ബോക്സ് നമ്മൾ ബോർഡ് വെക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഹോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു സ്വിച്ചും ഒരു ചാർജിങ് സോക്കറ്റും വെച്ചിട്ടുണ്ട്. വയറുകളൊക്കെ ഞങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഇതിന്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് 3.7 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് TP4056 ലിഥിയം അയൺ ബാറ്ററി ചാർജിംഗ് മൊഡ്യൂൾ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ സ്വിച്ചിൽ നിന്നുള്ള ഒരു വയർ ചാർജിംഗ് മൊഡ്യൂളിന്റെ ഔട്ടിലേക്കും ഒരെണ്ണം നേരിട്ട് ബോർഡിൽ കൊടുക്കാനുമായിട്ടാണ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ലിഥിയം അയൺ ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അത് മൊഡ്യൂളിന്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജാക്കിൽ നിന്നുള്ള കണക്ഷനും ചാർജിങ്ങിന്റെ ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉള്ളതിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് ആണ് വരുന്നത്. അതായത് ചാർജിങ് സോക്കറ്റ് വഴി നമ്മൾ ചാർജ് കൊടുക്കുമ്പോൾ ബാറ്ററി ചാർജ് ആകുകയും പിന്നീട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ച് ബോർഡ് വർക്ക് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ബോർഡിലേക്കുള്ള കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. ഇവിടെ ആദ്യം പവർ സപ്ലൈ ആണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് 2 സ്പീക്കർ വയറുകളും പിൻ ചെയ്ത് കൊടുക്കാം. ഒരു ആന്റിനയുടെ വയർ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ബോക്സിന്റെ വെളിയിലായിട്ട് ഇടണം. അതിനു മുമ്പ് നമുക്ക് എല്ലാം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു ബോർഡ് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഇനി ആന്റിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ ആന്റിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ആന്റിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ബാറ്ററിയും മൊഡ്യൂളും ബോക്സിന്റെ ഉള്ളിലായി ഒരു 2 സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫൈനലി നമുക്ക് സ്പീക്കർ കൂടി വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിരിക്കണോണ്ടല്ല ശരിക്കും പറഞ്ഞ കഴിവിനെ വെച്ച് ഇങ്ങനെ പോകുന്നൊക്കെ പറയാം. അത് അപ്പോൾ നമ്മുടെ റേഡിയോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ കേടായ മ്യൂസിക് പ്ലെയർ ഒക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇതുപോലത്തെ ഒരു FM റേഡിയോ പ്ലെയർ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.